പി.വി. അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്ന് കൺവീനർ അടൂർ പ്രകാശ് ന്യൂസ് മലയാളത്തോട്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, തിരുത്താൻ അൻവറിന് അവസരമുണ്ട്, സ്ഥാനാർത്ഥിയെ മോശക്കാരനാക്കുന്നത് ശരിയല്ലെന്നും അടൂർ പ്രകാശ്. ആദ്യം അടൂർ പ്രകാശിന്റെ വാക്കുകളിലേക്ക്. പി.വി. അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. UDF-ന്റെ ഭാഗമാകുമോ ഇലക്ഷൻ മുമ്പ് തന്നെ അൻവർ? കൂട്ടായ ഒരു ചർച്ചയിലൂടെ, കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ അത്തരം കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അദ്ദേഹം ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. അത് നിർബന്ധമായി ഒരു സ്ഥാനാർത്ഥിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല. പി.വി. അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും UDF ജയിക്കും. അത്തരം കാര്യങ്ങൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ഇത് വഴിയൊരുക്കുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഇത്തരം വഴികളൊന്നും ഒരുക്കാതിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹേഷ് ചന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം നിലമ്പൂരിൽ നിന്ന്. മഹേഷ്, അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും UDF ജയിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും അൻവർ തിരുത്തട്ടെ, അതിനുശേഷം മറ്റ് കാര്യങ്ങൾ UDF-ൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളിലടക്കം ചർച്ചകൾ നടത്താമെന്ന VD സതീശന്റെ വാക്കുകളോട് ഏറെക്കുറെ യോജിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ കൺവീനർ അടൂർ പ്രകാശിന്റേതും. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? സേതു, ഇക്കാര്യത്തിൽ ഒരു മൃദു സമീപനം തന്നെ അൻവറിനോട് പുലർത്തുന്നുണ്ട്. പക്ഷേ അടൂർ പ്രകാശ് അദ്ദേഹം അൻവർ മഞ്ഞുരുകും, അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ പി.വി. അൻവർ തിരുത്തേണ്ടി വരുമെന്ന് പക്ഷേ അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പി.വി. അൻവർ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ACC അംഗീകരിച്ച ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ പരാമർശങ്ങൾ അത് ശരിയായില്ല എന്നും അത് തിരുത്തേണ്ടി വരുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അടൂർ പ്രകാശ്. അതേസമയം പി.വി. അൻവറിനെ കൂടെ കൂട്ടേണ്ട കാര്യമില്ല എന്ന തരത്തിലേക്കുള്ള കർക്കശമായ നിലപാട് തനിക്കില്ല എന്ന് UDF കൺവീനർ വ്യക്തമാക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ പി.വി. അൻവർ ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും എടുക്കുന്ന നിലപാടുകളൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാകും. അതോടൊപ്പം തന്നെ പി.വി. അൻവർ UDF-ന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. UDF-ന്റെ കൺവെൻഷൻ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം പറയുന്നില്ല. താൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. പി.വി. അൻവറുമായിട്ട് കൂടിക്കാഴ്ച ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കില്ല എന്ന് പറയാൻ കഴിയില്ല, നടന്നേക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പി.വി. അൻവറിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ തന്നെയാണ് UDF നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. ശരി, കൺവീനറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പി.വി. അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്നാണ് കൺവീനർ അടൂർ പ്രകാശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മഹേഷ് ചന്ദ്രൻ നിലമ്പൂരിൽ നിന്ന്.